നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുമോ? ഇളവിനായി മുന്നിലുള്ളത് 24 മണിക്കൂർ മാത്രം. യമനിൽ സുപ്രധാന യോഗം. കേസിൽ നിർണായക ഇടപെടലുമായി കാന്തപുരം പ്രതിനിധികൾ. കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുന്നു. ബിരുദ സർട്ടിഫിക്കറ്റ് വിതരണം മുടങ്ങി. ഓഫീസിലേക്ക് എത്താതെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. സുരക്ഷയടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടൽ തേടി വൈസ് ചാൻസലർ ഇന്നലെ ഗവർണറെ കണ്ടു. വിഷയത്തിൽ ഇടപെടാൻ മുഖ്യമന്ത്രിയും. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് പുതിയ വിസിമാരെ നിയമിക്കാനുള്ള പാനൽ സർക്കാർ ഗവർണർക്ക് നൽകും. നടപടി കോടതി വിധിയുടെ പകർപ്പ് കിട്ടിയാൽ ഉടൻ പുതിയ വിസിയെ തീരുമാനിക്കുന്നത് സർക്കാർ നൽകുന്ന 3 അംഗ പാനലിൽ നിന്ന്. പട്ടിക ഇന്ന് ഗവർണർക്ക് നൽകും. തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതിയിലെ തീപിടുത്തത്തിൽ അട്ടിമറി സാധ്യത തള്ളാതെ പോലീസ്. തീയിട്ടതാണോ എന്ന് സംശയം. തീപിടുത്തമുണ്ടായ ഓഫീസിൽ റൂറൽ എസ്പിയുടെ പരിശോധന തുടരുന്നു. കെ സുധാകരനോട് ഒരു വിഭാഗം നേതാക്കളുടെ അവഗണന. പ്രതിഷേധം ശക്തമാക്കുന്നു സുധാകരപക്ഷം. കണ്ണൂരിൽ കോൺഗ്രസ് സമരസംഗമത്തിന്റെ ഫ്ലക്സ് ബോർഡിൽ നിന്ന് എംപിയുടെ ചിത്രം ഒഴിവാക്കി. സ്കൂൾ സമയമാറ്റത്തിൽ വീണ്ടും നിലപാട് മാറ്റി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തും. ചർച്ച തീരുമാനം മാറ്റാനല്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്നും മന്ത്രി. യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് പിരിവിൽ നടന്നത് വൻ തട്ടിപ്പെന്ന് പരാതി. ബിരിയാണി, പായസ ചലഞ്ചുകളുടെ പണം മുക്കിയെന്ന പരാതിയുമായി മണ്ഡലം കമ്മിറ്റികൾ. കീം റാങ്ക് ലിസ്റ്റിൽ കേരള സിലബസുകാരുടെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. തടസ്സ ഹർജിയുമായി CBSE വിദ്യാർത്ഥികളും. കോടതി നിർദ്ദേശം നിർണായകം. സംസ്ഥാനത്തെ നെല്ല് സംഭരണം പാളുന്നു. സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത് 711 കോടിയിലേറെ രൂപ. പ്രതിഷേധിച്ച കർഷകർക്കെതിരെ പോലീസ് കേസ്. നെല്ലിന്റെ തുക വകമാറ്റി ചെലവഴിച്ച മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്ന് കർഷകരുടെ പരാതി. ഹൃദയ ചികിത്സയ്ക്കുള്ള സ്റ്റെന്റ് ആശുപത്രികൾ നൽകിയതിലെ കുടിശ്ശിക മുടങ്ങുന്നു. വിതരണക്കാർ വീണ്ടും സർക്കാരിനെ സമീപിച്ചു. കമ്പനികൾ സ്റ്റെന്റ് വിതരണം നിർത്തിവെച്ചാൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങും. കുടിശ്ശിക തുക ഗഡുക്കളായി നൽകുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ്. ചരിത്രമെഴുതി ശുഭാംശു ശുക്ല. 18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ആക്സിയൻ 4 ദൗത്യ സംഘം ഇന്ന് ഭൂമിയിലെത്തും. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ കർണാടക വനിതാ കമ്മീഷന്റെ ഇടപെടൽ. പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൌധരി. ഇടപെടൽ ന്യൂസ് 18 വാർത്തയിൽ. ന്യൂസ് 18 ഇംപാക്ട്. കൊല്ലം സ്വദേശിനി വിപഞ്ചിക ഷാർജയിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിന്. നിയമ പോരാട്ടവുമായി മുന്നോട്ടെന്ന് കുടുംബം. ഷാർജ പോലീസിൽ കുടുംബം പരാതി നൽകും. നിപ ജാഗ്രതയിൽ കേരളം. പാലക്കാട് നിപ ബാധിച്ച് മരിച്ച വയോധികന്റെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. സമ്പർക്ക പട്ടികയിൽ 286 പേർ. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരം. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. അമേരിക്കയിൽ ചികിത്സ കഴിഞ്ഞ് മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തി. വിഭാഗീയത തലവേദനയായി CPI. സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. പരസ്യ പ്രതികരണത്തിന്റെ പേരിൽ CC മുകുന്ദനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. എറണാകുളത്ത് അനാശാസ്യ കേന്ദ്രത്തിലേക്ക് പെൺകുട്ടികളെ എത്തിച്ചിരുന്നത് ലഹരി നൽകിയെന്ന് പോലീസ്. റെയ്ഡിൽ നടത്തിപ്പുകാരായ 2 മലയാളികളും ഇതര സംസ്ഥാനക്കാരായ 6 സ്ത്രീകളും ഒരിടപാടുകാരനും അറസ്റ്റിൽ. കേസിലെ മുഖ്യ കണ്ണി മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലി. കൊച്ചിയിൽ MDMAയുമായി പിടിയിലായ യൂട്യൂബർ റിൻസിയുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. കസ്റ്റഡി പരിഗണിക്കുന്നത് എറണാകുളം സെഷൻസ് കോടതി. റിൻസിയുടെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന്. യോഗം സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ. പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും യോഗത്തിൽ ചർച്ചയാകും. വിദേശ പര്യടനത്തിലുള്ള ശശി തരൂർ യോഗത്തിനെത്തില്ല. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. 50 ദിവസത്തിനകം വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ റഷ്യയ്ക്ക് മേൽ 100% നികുതി.